ഹായ് ഓൾ, എല്ലാവർക്കും റേഡിയോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു പുതിയ മെമ്പറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗാണ് ഇത്. ഇതാണ് ഞങ്ങളുടെ പുതിയ മെമ്പർ. ഞങ്ങൾ 2 ദിവസം മുമ്പ് വാങ്ങിച്ചതാണ് ഇവനെ. ഇവൻ്റെ പേര് ടിപ്പു എന്നാണ്. ടിപ്പു ഷിൻസുവാണ് ഇത് ബ്രീഡ്. അപ്പം ഇന്ന് അവൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അവനെ രാവിലെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് കുളിപ്പിച്ചെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ അവനെ ജസ്റ്റ് ഗ്രൂം ചെയ്യുന്നത് കാണിച്ചു തരാവേ. കട പാവത്തരാണ്, കുളിപ്പിച്ച് നിർത്തിയതാണ്, അതുകൊണ്ടാണ് ഈ കുടയുന്നത്. വാ വേണം ചീത്തരാം, വാ വാ. ഇതൊക്കെ ഇവൻ്റെ സാധനങ്ങളാട്ടോ, ഇതിനു വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അവൻ്റെ സ്പ്രേയ്, ചെള്ള് പോലുള്ള മരുന്ന് എല്ലാം ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണൊരു പപ്പിക്കുട്ടീനെ വാങ്ങിക്കുന്നത്. എൻ്റെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പട്ടിക്കുട്ടിയല്ല, വലിയ നാടൻ പട്ടിയാണ്. അതിൻ്റെ പേര് ടിപ്പുന്നാണ്. അതൊരു 10-15 വർഷത്തോളം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇതുപോലെ ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. എൻ്റെ വീട്ടിലെ പശുവിൻ്റെ തൊഴുത്തിൽ അതിൻ്റെ അമ്മ ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ കുഞ്ഞാണപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഫില്ലറിലൊക്കെ പാലൊക്കെ കൊടുത്ത് അതിനെ അവിടെ പിന്നെ വളർത്തുവാണ്. അവൻ്റെ പേരും ടിപ്പു എന്ന് തന്നെ. അപ്പം അതുകൊണ്ടാണ് ഇവന് നമ്മൾ ടിപ്പു എന്നുള്ള പേര് തന്നെ ഇട്ടത്. കണ്ട പാവത്താണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ പട്ടീനെ വാങ്ങിക്കുന്ന നേരത്ത് എൻ്റെ ഹസ്ബൻഡ് നല്ല എതിർപ്പായിരുന്നു. പുള്ളി വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പുള്ളിയായിട്ട് നല്ല കമ്പനിയാണ്. മോളെ പിന്നെ നമ്മൾ അത്ര അടുപ്പിച്ചിട്ടില്ല. അവൾക്കാണെങ്കിലും വന്ന് തൊടാനൊക്കെ കുറച്ച് പേടി. അതുകൊണ്ട് പിന്നെ നമ്മൾ അവളെ അത്ര അടുപ്പിച്ചിട്ടൊന്നുമില്ല. കുഞ്ഞല്ലേ, പിന്നെ വാക്സിനൊക്കെ കൊടുത്ത് തുടങ്ങുന്നതാവുന്നേ ഉള്ളൂ. 40 ദിവസമാകുമ്പോഴത്തേക്കിന് വാക്സിൻ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവന് കുത്തിവയ്പ്പൊക്കെ എടുക്കണം. അതുകൊണ്ട് പിന്നെ മോളുടെ അടുത്തോട്ട് അത്ര വിട്ടിട്ടില്ല. അവൾ പിന്നെ അങ്ങനെ ഒന്ന് വാലിൽ പിടിക്കുകയോ അങ്ങനെ ഒന്നും അവൾ ചെയ്യത്തൊന്നുമില്ല. അവൾ ദൂരെ ഒന്ന് നോക്കത്തേ ഉള്ളൂ. കണ്ണിൻ്റെ ഇവിടെ സൈഡിൽ ഇങ്ങനെ രോമ ഇരിക്കാൻ പാടില്ല. കണ്ണിൻ്റെ ഇവിടെ കണ്ടോ, രോമ ഇരിക്കാൻ പാടില്ല. രോമ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ടീരിയ വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഗ്രൂം ചെയ്യാനൊന്നും ആയിട്ടൊന്നുമില്ല. ഇതാ ഇവന് നാറ്റൊന്നും അടിക്കാൻ ചെറിയ സ്പ്രേ. നമ്മൾ വീടിൻ്റെ അകത്തല്ലേ വളർത്തുന്നേ. അപ്പം നിന്നെ ഒന്നും ചെയ്യൂല. കണ്ട ബോൾ കൊടുത്തോ, പറഞ്ഞു വാ സാധനം വാ. വന്നിട്ട് ഇങ്ങനെ കിടക്കും. കണ്ട കാല് വന്നിട്ട് ഇങ്ങനെ മുട്ടി ഒരുമിട്ടൊക്കെ അടിക്കും. അവിടെ കിടന്നും കളിച്ചോളവൻ. ഇവിടെ ഇങ്ങനൊരു പപ്പി ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അത്ര ബഹളമില്ലാത്ത പപ്പിയാണ്. ഭയങ്കര സൈലൻ്റാണ്. കുരയ്ക്കത്തില്ലെന്നല്ല പറയുന്നത്, കുരയ്ക്കൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും അങ്ങനെ വലിയ അപ്പുറത്ത് അയലത്ത് വീട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കുന്ന പോലത്തെ കുറേ കാര്യങ്ങളൊന്നുമില്ല. ഇത് കുഴിക്കുവാണോ ഇടാ? ബാ ഇവിടെ കിടന്നോ, ഇവിടെ കളിച്ചോ, കളിച്ചോ. നല്ല മതിയല്ലോ. ആദ്യം എനിക്ക് ഇവരെ തൊടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. കാരണം സ്ഥലം കയറിക്ക് അവിടെ ചോദിച്ചോണ്ട് പറയാം.
ആദ്യം എനിക്കിവരെ തൊടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ആൾക്ക് പപ്പീനൊന്നും ഇഷ്ടമല്ല. അപ്പം എൻ്റെ അച്ഛന് പൊതുവെ ഭയങ്കര ദേഷ്യമാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെ പപ്പീനെ, എൻ്റെ വീട്ടിലൊരു പട്ടീനെ ഞാൻ കൊണ്ടുവന്ന് വളർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേര് ടിപ്പു തന്നെയായിരുന്നു. അപ്പം അതിനെ ഞാനിങ്ങനെ തൊടുമ്പോഴത്തേക്കൊക്കെ തന്നെ അച്ഛൻ വഴക്ക് പറയും, തൊടില്ല തൊടില്ല തൊടില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടി ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ കുഴപ്പമില്ല കേട്ടോ, പാവമായത്. ഇതങ്ങനെയൊന്നും ചെയ്യാമെന്നില്ല കേട്ടോ, ഭയങ്കര പാവത്താന. കുഞ്ഞല്ലേ, വളരെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, പാവമല്ലേ. കണ്ടേ, അവിടെ ഇങ്ങനെ ഇരുന്നോളൂ. അതിന് ആരെങ്കിലും അടുത്ത് വേണമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിലൊക്കെ ഇങ്ങനെ വേണമെന്നേ ഉള്ളൂ. അതിപ്പോൾ ഭയങ്കര സോഷ്യൽ ഡോഗായിട്ട് ഈ ഷിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തോണ്ടിരുന്നെങ്കിൽ അതിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അതിനെങ്ങനെ അതിനോട് പാമ്പർ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. കാരണം പാമ്പർ ചെയ്തെങ്കിൽ അത് വഷളായിരിക്കും. അപ്പോൾ ഇതുപോലെ എനിക്ക് പേടിയെല്ലാം മാറി. ഇപ്പം ഞാൻ തന്നെയാണ് ഇവനെ കുളിപ്പിക്കുന്നതും ഇവനെ ഗ്രൂം ചെയ്തതും ഒക്കെ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവനൊരു കോളർ പോലെയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ കുഞ്ഞായതുകൊണ്ട് അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടിപ്പ്. ഓക്കേടാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടിപ്പുവിനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ഞങ്ങൾ പട്ടീനെ വാങ്ങിച്ച കാര്യമൊന്നും വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഈ യൂട്യൂബ് വീഡിയോ കൂടെ ആയിരിക്കും അവർ പപ്പീനെ വാങ്ങിച്ച കാര്യമൊക്കെ അറിയുന്നത്. വെറുതെ വഴക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിക്കായിരുന്നത്. ഞാനിങ്ങനെ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ എന്നെ ഇങ്ങനെ വീട്ടിൽ വഴക്കൂടെ, എന്തിൻ്റെ ആവശ്യം അതൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ ഞാനിത് എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിച്ച പപ്പിയാണിത്. അത് പറയുന്നതിൽ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട്. എൻ്റെ യൂട്യൂബ് വരുമാനം ഇങ്ങനെ കുട്ടി വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഷിൻസുവിനെ. അപ്പം എന്താ പറയുക, ശരിക്കും നമുക്ക് നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും, ഇത് ഇണങ്ങുമോ ഒക്കെ ഉള്ളത്. എനിക്ക് പട്ടീനെ വളർത്തിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒരു ഭയങ്കര പെറ്റ് പേരൻ്റ് അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഹോസ്റ്റലിൽ പഠിക്കാനൊക്കെ കിട്ടും. പിന്നെ നേരിട്ട് അത് കുറച്ച് നാൾ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ഇടയ്ക്ക് തുടൽ പൊട്ടിച്ച് തിരിച്ചു വന്നു. പിന്നെ അവസാനം അമ്മയ്ക്ക് മടുത്തിട്ട് ഈ തുടൽ പൊട്ടിക്കുക, അവരൊന്നും എടുത്തുകൊണ്ട് പോവുക, അവർ നമ്മളെ വഴക്ക് പറയുക. അപ്പോൾ അവസാനം പിന്നെ അമ്മയ്ക്ക് മടുത്തിട്ട് അമ്മ അവനെ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്താനൊക്കെ സമ്മതിച്ച് പിന്നെ അവസാനം കൂടൊക്കെ വാങ്ങിച്ച് വളർത്തുകയാണ് ചെയ്തത്. അപ്പം അവന് ഞാനിങ്ങനെ എൻ്റെ പിന്നെ വെക്കേഷൻ്റെ സമയത്ത് വരുമ്പോഴത്തേക്ക് മാത്രമേ പിന്നെ അവനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ സമയത്താണെങ്കിൽ അവന് ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അത് നല്ല നാടൻ പട്ടി, നല്ല കറുത്ത നാടൻ പട്ടിയായിരുന്നത്. അപ്പം അവൻ്റെ ഒരു മെമ്മറിക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ടിപ്പു എന്നുള്ള പേരൊക്കെ തന്നെ ഇട്ടത്. കൂടുതലൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഇതൊരു മെയിൽ പപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് ടിപ്പു എന്നുള്ള പേരൊക്കെ ഇട്ടത്. അപ്പോൾ ഏതായാലും ടിപ്പു നമ്മുടെ വീട്ടിലെ ഇപ്പോൾ ഒരു മെമ്പർ കൂടിയാണ്. ഞാനത് വിചാരിച്ചത് മെനക്കേടൊക്കെ ആയിരിക്കും, പക്ഷെ കുഴപ്പമില്ല. അതിന് നോക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഇവൻ്റെ പല്ലിങ്ങനെ വരുന്നതുകൊണ്ട് അതിന് കുറച്ച് കുരുകുരുപ്പിട്ട്. അപ്പോൾ പക്ഷെ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ കടിക്കൊന്നുമില്ല, അവനത് മാറിപ്പോക്കോളും. അപ്പം ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.